വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ദേണ്ട ചേട്ടത്തിയുടെ വീട് വരെ ഒന്ന് പോകാമെന്ന് കരുതി. അങ്ങനെ പോകുന്ന വഴിക്ക് റിച്ചുകുട്ടൻ ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ദേണ്ട ഇവിടെ ഒരു പെട്രോൾ പമ്പും കാര്യങ്ങളും ഉണ്ട്. ഈ വഴിയാണ് പോകുന്നത്. ഈ വഴി ഞങ്ങൾ പഴയ താമസിക്കുന്ന വീട്ടിലേക്കുള്ള വഴിയാട്ടോ. ഈ വഴിയാണ് ചേട്ടത്തിയുടെ വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പം റിച്ചുകുട്ടൻ അങ്ങ് ഓടിപ്പോകുന്നുണ്ട്. ഉമ്മ അപ്പുറത്തെ ഒരു വീട്ടിൽ കയറി ആയിത്ത അങ്ങോട്ട് വിളിച്ച് അങ്ങനെ ഉമ്മ ആ ഒരു വീട്ടിലോട്ട് കയറിയപ്പോഴത്തേക്ക് ഞങ്ങൾ നടന്ന് അങ്ങോട്ട് പോവുകയാണ്. അവിടെ ദേണ്ട കുഞ്ഞ് സൂര്യകാന്തി പൂക്കൾ ഇരിക്കുന്ന കാണാൻ നല്ലൊരു രസം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ട് അതിൻ്റെ വീഡിയോസ് എടുത്ത് ഞങ്ങൾ നേരത്തെ ചേട്ടത്തിയുടെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അവിടെ സിറ്റൗട്ടിലുള്ള പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നേരം ഹാളിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് ഹാളിൽ പിന്നെ ഷോക്കേഴ്സിന് പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ചേട്ടത്തി പെട്ടെന്ന് തന്നെ കടിഞ്ചായ ഉള്ളിവടയിൽ നിന്നു. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പം കടിഞ്ചായക്ക് മധുരമില്ല. അങ്ങനെ ചേട്ടത്തി കടിഞ്ചായക്ക് മധുരം ഇട്ട് തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് പിന്നെ ഉമ്മ അകത്ത് കയറി വന്നപ്പോഴത്തേക്കും ആസിഫിന് ചേട്ടത്തി കടിഞ്ചായ കൊണ്ട് കൊടുത്തതിന് ശേഷം ഉമ്മായിക്കും കടിഞ്ചായ കൊണ്ട് കൊടുത്തു. അപ്പോഴത്തേക്കും റൂബി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വാപ്പായും റയാപ്പിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അന്നേരം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷെവിനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ സിറ്റ് ഔട്ടിൽ കുറച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്റ്റിക്കർ ഇളക്കാൻ വേണ്ടി വന്നേ. ഇതാണ് കേട്ടോ ഡിസൈൻ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി കേട്ടോ. അവിടെ നിന്ന് ഞാൻ കുറച്ച് നാരങ്ങ അച്ചാറും കാന്താരി മുളകും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുമായിട്ട് വീട്ടിലോട്ട് പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇക്ക പറയുന്നുണ്ട് അവിടെ ഇവിടെ ഒന്നും തുടയും പിടിക്കുകയും ചെയ്യരുത്, അവിടെ പെയിൻ്റ് അടിച്ചിട്ടേക്കും അഴുക്കാവുമെന്നൊക്കെ കേട്ടോ. ആ വഴി തന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അവിടെ പെയിൻ്റ് അടിക്കാൻ കാരണം അവിടെ പെരവാസ്തോലി കഴിഞ്ഞൊക്കെ പെയിൻ്റ് അടിച്ചത്. പക്ഷേ ജനലിനും കതകിനും ഒന്നും പോളിഷ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ പോളിഷ് ചെയ്ത കൂട്ടത്തിൽ പിന്നെ സിറ്റ് ഔട്ടിലും കൂടെ അങ്ങ് പെയിൻ്റ് അടിച്ചതന്നേ ഉള്ളൂ. സിറ്റ് ഔട്ട് പെയിൻ്റ് അടിച്ചപ്പം പിന്നെ ഇവർ ഡിസൈൻ ചെയ്തതാണ് കേട്ടോ അത്. അങ്ങനെ എന്തായാലും വീട്ടിൽ വന്ന് കയറി നേരെ അടുക്കളയിലേക്കാണ് പോയത്. അടുക്കളയിൽ പോയി നമ്മളാണെങ്കിൽ റവയും നല്ലെണ്ണയും കപ്പയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്ത് അങ്ങോട്ട് വെക്കാമെന്ന് കരുതി. അതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം റവയും നല്ലെണ്ണയും വേറെ മാറ്റി വെക്കണം. അത് നാളത്തേക്കുള്ളതായത് കാരണം അത് രണ്ടും കൂടെ ഞാൻ വേറെ മാറ്റി വെക്കുന്നുണ്ട്. കവറ് അപ്പുറത്തോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ആ നല്ലെണ്ണയും റവയും നമ്മൾ വേറെ മാറ്റി വെക്കുകയാണ് കേട്ടോ. അത് നാളത്തേക്ക് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നല്ലെണ്ണ പിന്നെ അച്ചാറിടാൻ വേണ്ടിയുമാണ്. അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ പോയൊരു മുറവും പിച്ചാത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കത് പൊളിച്ച് അത് നമുക്ക് ഇപ്പോൾ രാത്രിയിലത്തേക്ക് പുഴുങ്ങി കഴിക്കാമെന്ന് കരുതിയാണ് കേട്ടോ. ഒരു രാത്രി ആയപ്പോൾ എല്ലാവർക്കും കപ്പ വേണമെന്ന്. അങ്ങനെ പിന്നെ എന്തായാലും കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമുക്ക് പുഴുങ്ങി തിന്നാമെന്ന് കരുതി. നമ്മൾ ഉണക്കമീനും ഒന്നും പൊരിക്കുന്നില്ല, ചമ്മന്തി അരയ്ക്കുന്നില്ല കേട്ടോ. വാപ്പായ്ക്കും ഉമ്മായ്ക്കും മീൻകറിയും കൂട്ടി മതിയെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ നാരങ്ങാച്ചാറുള്ളത് കാരണം അതിൽ മുക്കി തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കാരണം അങ്ങനെ ചെയ്യാമെന്ന് കരുതി. എന്തായാലും കപ്പയുടെ തൊലിയെല്ലാം പൊളിച്ചതിന് ശേഷം നമുക്കതൊന്ന് കഴുകി കുക്കറിനകത്തോട്ടിട്ട് ഉപ്പും വെള്ളവും വെച്ച് വേവിക്കാൻ വെക്കാം. നമ്മൾ ഒത്തിരി ആയായിരുന്നു ചേട്ടത്തിയുടെ വീട്ടിലോട്ട് പോയിട്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ഇന്ന് അവിടെ വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ ഉമ്മാടുത്ത് പറഞ്ഞപ്പോൾ മാമക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മായെ വിളിച്ചുകൊണ്ട് നടന്നാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഇങ്ങോട്ട് പിന്നെ ഇക്കായുമായിട്ട് വണ്ടിയിലാണ് കേട്ടോ വന്നത്. നല്ലൊരു വൈബല്ലേ വൈകുന്നേരം ഒന്ന് നടന്നു പോകുന്നതൊക്കെ. അങ്ങനെ എന്തായാലും നമ്മൾ കുക്കറിലോട്ട് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് ഗ്യാസിലോട്ട് നമ്മുടെ കപ്പ വേവിക്കാൻ വെക്കാം. നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.